ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മാറിക്കേ. മാറി നിൽക്കണോ? ഒന്ന് ഒതുങ്ങി നിൽക്കണോ? മാറേ മാറേ. Good morning, sir. Good morning, sir. Good morning, sir. Good morning and welcome everybody. സത്യത്തിൽ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി വീരകൃത്യം വിളമ്പാൻ താല്പര്യം ഉണ്ടായിട്ടല്ല ഇന്നിങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ്. ബട്ട് കുറച്ചു കാലമായി നിങ്ങൾ ഓരോരുത്തരും വാശി വെച്ച് എഴുതിക്കൂട്ടുന്നു ഇവിടെ പോലീസും സ്മഗ്ലേഴ്സും ഹാൻഡ് ഇൻ ഗ്ലൗ ആണെന്ന്, പോലീസുകാരൊക്കെ കള്ളക്കടത്തുകാരുടെ വാലാട്ടികളാണെന്ന്. അതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്നത് കാണാൻ നിങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്. തലപ്പത്തിരിക്കുന്ന പൊളിറ്റീഷ്യൻസ് വാലാട്ടുമ്പോ പിന്നെ താഴെ ഇരിക്കുന്ന നിങ്ങൾക്കും വാലാട്ടത് നിവൃത്തിയുണ്ടോ മിസ്റ്റർ ഭരചന്ദ്രൻ? പൊളിറ്റീഷ്യൻസ് എവിടൊക്കെയാണ് വാലാട്ടുന്നതെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് നിങ്ങൾ പത്രക്കാർക്കല്ലേ. സോ വൈ ഡോണ്ട് യു റൈറ്റ്? ഡീറ്റെയിൽസ് ഞാൻ തരാം. ധൈര്യം ഉണ്ടെങ്കിൽ കള്ളക്കടത്തുകാരന്റെയും കരിഞ്ചന്തക്കാരന്റെയും പിറകെ വാലാട്ടി നടക്കുന്ന നേതാക്കന്മാരുടെ പേരും വിവരങ്ങളും ജീവചരിത്രവും മുതലാളിമാരുടെ കണ്ണുവെട്ടിച്ച് പത്രത്തിലൊന്ന് കൊടുത്തു നോക്കണം. പിറ്റേന്ന് ഇരിക്കുന്ന കസേര അടക്കം തൂക്കിയെടുത്ത് കൽക്കട്ടയിലേക്കോ ആസാമിലേക്കോ എറിഞ്ഞളയും മുതലാളിമാര്. അല്ല, നിങ്ങൾ വേട്ടയ്ക്ക് പോയപ്പോ കസ്റ്റംസുകാരെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന ഒരു പരാതി ഉണ്ടല്ലോ. ഇപ്പൊ പോലീസിന് വിവരം തന്നവർ തന്നെ മുമ്പ് 3 തവണ കസ്റ്റംസിന് ടിപ്പ് കൊടുത്തതാണ്. കളിച്ചതാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ 3 തവണയും വല പൊട്ടി. സർ, ഗസ്റ്റ് ഹൗസിൽ നിന്ന് IG ബാലേന്ദ്രൻ, ലൈൻ ഹോൾഡിംഗ്. സർ, ഗുഡ് മോർണിംഗ്. ഭരത്താണ്. ഡെറ്റർജന്റ് സർ. സോറി, കോൾ ഫ്രം ദ ടോപ്പ്. ബോബി, നോ സോഡ, എനിക്ക് ഓൺ ദ റോക്സ് മതി. യെസ്, കം ഇൻ. കൺഗ്രാറ്റുലേഷൻസ് ഭരചന്ദ്രൻ. താങ്ക് യു സർ. വേണോ നിനക്ക്? പിടിച്ചെടുത്തതെല്ലാം കൂടെ 5.5 കോടിയോളം വരും അല്ലേ? സർ. ഗുഡ്. പിന്നെ പതിവ് തെറ്റിച്ചിട്ടില്ല നീ. ഇന്നലത്തെ നിന്റെ പരിപാടിയുടെ പേരിൽ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു 3 കംപ്ലൈന്റ്സ്. ഒന്ന് കസ്റ്റംസ്, ഒന്ന് പിന്നെ സാരമില്ല, പിന്നെ ഒരെണ്ണം റൂറൽ SP ബോബി വക അല്ലേടോ. ഒരു ഓപ്പറേഷന് റൂറൽ ലിമിറ്റ് കയറുമ്പോ ഇയാളെ കൂടെ ഒന്ന് വിളിച്ചുകൂടെ നിനക്ക്? സർ, പിന്നെ ഒറ്റയ്ക്ക് പോയി സ്വർണ്ണവേട്ട നടത്തിയെന്ന് ഞെളിയാൻ പറ്റിയല്ലേ? ഭരത് സർ, ഈ പരമനാറിയ ഞാൻ വേണ്ട. സോറി സർ, ഇന്നലെ രാവിലെ ഞാൻ വിളിച്ചു പറഞ്ഞതായി റാസ്കലിനോട് ഫ്രീ ആയിരിക്കണമെന്ന്. അപ്പൊ അവനേതാണ്ട് TV-ക്കാർ വരുന്നുണ്ട്, പാട്ടിന്റെ ഷൂട്ടിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞിട്ടിപ്പോ. അല്ലേലും ഞാൻ അസൂയ സാറേ, ഞാൻ ഷൈൻ ചെയ്യുന്ന കണ്ടിട്ട്. ചെറ്റേ, അവന്റെ ഒരു ഷൈനിങ്. 4 അണയ്ക്ക് വകയില്ലാത്ത ഇത് പിടിച്ചിട്ട് അവർക്കൊപ്പം നിന്ന് നീ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുന്ന കണ്ടിട്ടാണോടാ എനിക്ക് അസൂയ? അതോ കോളേജിന്റെ വാതിക്കൽ പെമ്പിള്ളരെ ഒന്ന് നോക്കിപ്പോയി എന്നും പറഞ്ഞ് ഇത്തിരി ഇല്ലാത്ത ആമ്പിള്ളരെ പിടിച്ച് മൊട്ടയടിപ്പിച്ച് ചെണ്ട കൊട്ടി തെരുവ് നീളം നടത്തിക്കുന്ന നിന്റെ ചീപ്നെസ് കണ്ടിട്ടോ? സർ, സർ, ഇവൻ ആരാ? പെറ്റി കേസിൽ പെടുന്നവരെ പിടിച്ച് മൊട്ടയടിപ്പിച്ച് നടത്താൻ സ്റ്റേറ്റ് പോലീസിലെ ക്ഷവരക്കാരന്? അതോ തുക്ലക്കോ? സ്റ്റോപ്പ് ഇറ്റ്. ബോബി, താൻ അപ്പുറത്തുണ്ടാവണം, ഞാൻ വിളിക്കാം. സർ. ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട് നീ. ഈ പോലീസ് ഉദ്യോഗത്തിനുമാകാം ഇടയ്ക്കൽപ്പ റെസ്റ്റൊക്കെ. സാറിന് എന്നോട് ഗൗരവമായിട്ട് എന്തോ പറയാനുണ്ടല്ലേ? വൈ? അല്ലല്ല, ഈ വളച്ചു കെട്ടിയുള്ള തുടക്കം. യെസ്, 3 ദിവസമായി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാൻ. കേന്ദ്രമന്ത്രി ചതുർവേദിയുടെ മകനും ഭാര്യയ്ക്കും അവിടെ അമ്മയുടെ നായർക്കും ഗുരുവായൂർ തുലാഭാരം. അവർക്കും വേണം ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി. വടക്കുള്ളവും പൂണൂലിട്ട് വന്ന് ഇറങ്ങുമ്പോ തെക്കുള്ളവും മേമുണ്ടഴിച്ച് അരേക്കെത്തി ഓച്ചാനിച്ചു പിടിച്ച് നിന്നല്ലേ പറ്റൂ. നിന്നു കൊടുത്തു. ഒടുവിൽ അവരെ കൊണ്ട് ഹെലികോപ്റ്റർ പണ്ടാരം അടക്കിയിട്ട് രാത്രിയിലെ പാതിരായിക്ക് രാമനിലയത്തിൽ വന്നൊന്ന് കണ്ണ് മിഞ്ചിയപ്പോഴാ തിരുവനന്തപുരത്തുനിന്ന് ഹോം മിനിസ്റ്ററുടെ ഇമ്പോർട്ടന്റ് കാൾ നിന്നെ വന്ന് കാണാൻ, മെരുക്കിയെടുക്കാൻ. കുഞ്ഞുമൊയ്തീൻ സാഹിബിനോട്. സാഹിബിന് ഇങ്ങോട്ട് പോരാ. വെളുപ്പിന് കോവളത്ത്
ഭരണമുന്നണിയുടെ അഖണ്ഡ ലേസൺ കമ്മിറ്റി മീറ്റിംഗ് നടക്കുമ്പോഴാ നീ സ്വർണം പിടിച്ച വിവരം അങ്ങ് എത്തിയത്. അപ്പൊ തന്നെ സാഹിബിന്റെ പാർട്ടിയുടെ നേതാക്കന്മാര് ഹോം മിനിസ്റ്ററെ കയറി വട്ടം പിടിച്ചു. ഈ സാഹിബിന് പാർട്ടിയിലുള്ള ഹോൾഡ് അറിയാമല്ലോ നിനക്ക്. ആ, അതെ, ഈ സാഹിബിന്റെ വളരെ വേണ്ടപ്പെട്ട അറിയാം. സാഹിബിന്റെ മൂന്നാം കെട്ടിലെ ബീവിയുടെ ആങ്ങളയുടെ അമ്മായിയപ്പൻ. തത്വത്തിൽ അയാളുടെതാണ് ഈ പിടിച്ചെടുത്ത സ്വർണം. ബന്ധുന്ന് മാത്രമല്ല കമ്മീഷണറെ, കാശായിട്ടും പണമായിട്ടും ഓം വലിയൊരു സഹായക്കാരനാണ് നമ്മുടെ പാർട്ടിക്ക്. ഞമ്മടെ പാർട്ടി അല്ല മിസ്റ്റർ, നിങ്ങളുടെ പാർട്ടി. എനിക്കൊരുത്തന്നെ പാർട്ടി ചെയ്തിട്ടില്ല. പ്ലീസ്, ഐ വിൽ ടോക്ക് ടു ഹിം. അദ്ദേഹം സംസാരിച്ചോളാം. ആ വെറുതെ തലസ്ഥാനത്തു നിന്നുള്ള തീരുമാനം ഇതാണ്. തൽക്കാലം നീ കേസ് വിടുന്നു. Sir. ഐ മീൻ അന്വേഷണം റൂറൽ എസ് പിക്ക് കൈമാറുന്നു. ബട്ട് സർ വൈ? ഓൺ വാട്ട് ഗ്രൗണ്ട്സ്? കൃത്യാന്തര ബാഹുല്യം. സിറ്റി പോലീസ് കമ്മീഷണർ എന്ന നിലയ്ക്ക് ഇപ്പൊ തന്നെ നിനക്ക് പിടിപ്പതിലധികം ജോലിയുണ്ട്. അത് പരിഗണിച്ചിട്ടാണ് സർക്കാർ ഒലക്കയുടെ മൂട്. തൽക്കാലം നീ ഇതിന് വഴങ്ങിയേ പറ്റൂ. നോ, ഓം ബൈലില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ബാടക്കും എന്നെ. കമ്മീഷണറെ, ഈ കോഴിക്കോട്ട് പട്ടണത്തിന്റെ ഉള്ളില് നമ്മളിതാ ഇങ്ങനെ ഒരു വട്ടം വരച്ചിട്ട് അതിന്റെ അകത്ത് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുകയും മുള്ളാൻ പറയാൻ മുള്ളുകയും ചെയ്യാൻ വയ്യാത്ത ബലാലാണെങ്കിൽ പിന്നെ നിങ്ങൾ പായും തലേണയും പൊയിഞ്ഞോളിയും കൊണ്ടാ. അതിനുള്ള ഉറപ്പും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട് തലസ്ഥാനത്തുനിന്ന്. എടോ സാഹിബേ, താൻ ഇപ്പൊ പറഞ്ഞ ഈ ഉമ്മാക്കി ഉണ്ടല്ലോ ട്രാൻസ്ഫർ, ഇതാ എനിക്ക് മനസ്സിലായോ? രോമം. ഭരത്, സ്റ്റോപ്പ് ഇറ്റ്. സർ, കഴിഞ്ഞ ഗവൺമെന്റ് വക 3 സസ്പെൻഷൻ, 5 വർഷത്തിനുള്ളിൽ 33 ട്രാൻസ്ഫർ. ഇവരുടെ സർക്കാർ വക 2.5 വർഷം കൊണ്ട് 12 ട്രാൻസ്ഫർ. ഇനി എവിടേക്കാണ് സർ? ഗവർണത്തേക്കോ അതോ ശൂന്യാകാശത്തേക്കോ? എവിടേക്കായാലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ സർ. സാഹിബേ, ദയവ് ചെയ്ത് ഇപ്പൊ പോണം, ഞാൻ വിളിപ്പിക്കാം. പറയണ്ട. ഇരിക്കവിടെ. എത്ര ദിവസമായിടാ നീ കോഴിക്കോട് ചാർജ് എടുത്തിട്ട്? 37. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. യു ആർ ബീങ് ഷിഫ്റ്റഡ്. മാറ്റം എങ്ങോട്ടേക്കെന്നൊരു തീരുമാനം പറയാറായിട്ടില്ല. അതുവരെ നീ ലീവിൽ തന്നെ നിൽക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, തൽക്കാലം നീ സാഹിബിനെ പിണക്കിയാല് സർക്കാരിന് അത് തലവേദനയാകും. ഐ എം റിയലി സോറി ഭരത്. നിനക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള ഡേർട്ടി ജോബ്സ് ഒക്കെ ഇപ്പൊ മുകളിൽ നിന്ന് എടുത്ത് തട്ടുന്ന എന്റെ തലയിലേക്കാ. വന്ന് വന്ന് ഞാനിപ്പോ പോലീസാണോ പൊളിറ്റീഷ്യനാണോ എന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാതായിരിക്കും. രണ്ടുമല്ല സർ, ഇത് രണ്ടുമാകാൻ കഴിയാത്ത വെറും ശിഖണ്ണി, നപുംസകം. മതിയടാ. പോരാ. എന്നിട്ടും ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ സർ? ബഹുമാനം കൊണ്ടല്ല. സർവീസിൽ കയറിയ അന്ന് മുതൽ ഇന്നോളം എന്നെ തള്ളി പറഞ്ഞവർക്കിടയിൽ നിന്ന് നിങ്ങൾ എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞു എന്നുള്ള കടപ്പാട് കൊണ്ട്. ടേക്ക് ഇറ്റ് ഈസി മൈ ബോയ്. ദാ ഇത്രയൊക്കെ നരച്ചു കഴിഞ്ഞാല് നീയും എന്നെ പോലൊക്കെ ആവും, വഴങ്ങിക്കൊടുക്കും, നോ ഡൗട്ട്. ഈ ശരീരത്തിലെ അവസാനത്തെ രോമം വരെ നരച്ചാലും എന്നെ കിട്ടില്ല സാർ ഇവന്റെയൊക്കെ എടുത്തു വെച്ച് നോക്കിക്കൊടുക്കാൻ. യു ഷട്ട് യുവർ ബ്ലഡ്. ഇത്രയും കാലം രാഷ്ട്രീയക്കാരെടുത്തിട്ട് ചവിട്ടി തേച്ചിട്ടും ഒരണുപോലും കുറയുന്നില്ലല്ലോടാ നിന്റെ ഈ വാശി. ഐ എം ടേക്കൺ അബാക്ക്. എന്താടാ നീ ഇങ്ങനെ? തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ട്. വാട്ട്? തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ട്. ഹലോ, ആ അവള് പൂജാമുറിയിലാണ്. ഇല്ല ഇല്ല, ഇപ്പൊ ഇറങ്ങും, താമസിക്കില്ല. ശരി, പറയാം.
ദേ കണ്ണ, അറിയാലോ ഇന്ന് കോടതിയിൽ ഇന്ദു ആരെയാ ക്രോസ് ചെയ്യാൻ പോണെന്ന്. ഓർക്കുമ്പോ തന്നെ ഇന്ദുവിന് പേടി വരുന്നുണ്ട് കേട്ടോ. If the individual offers that the provision shown in the claim form. ദേ ഇടയ്ക്ക് ഇന്ദു വീക്കായി നിന്നു തോന്നിയ ബാക്കിൽ നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നേക്കണേ കണ്ണ. കേട്ടല്ലോ? ആ നന്നായി. ഇയാളോടൊരു സഹായം ചോദിക്കായിരുന്നു. എന്തൊക്കെ മറന്നു. മോളെ, ഓഫീസിൽ നിന്ന് അവര് പിന്നെയും ഫോൺ ചെയ്തിരുന്നു, നീ പുറപ്പെട്ടോന്നറിയാൻ. ദാ ഇറങ്ങിന്ന് പറയായിരുന്നില്ലേ അമ്മയ്ക്ക്. ബൈ. ഇന്ദു, മുത്തച്ഛൻ അന്വേഷിക്കണുണ്ട് നിന്നെ. ആ എവിടെ? പഴയ രാമൻ നമ്പ്യാർ ആൻഡ് അതേഴ്സ് വേർഡ്സ് ഗവൺമെന്റ് ഓഫ് കേരള 1963 മുത്തച്ഛൻ വാദിച്ച കേസായത്. ക്രോസിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇതിലുണ്ട്. എന്നാ നല്ലവണ്ണം മനസ്സിരുത്തി പഠിച്ചോണം. ഓ, ക്രോസ് ഒന്നും വിസ്തരിച്ച് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതെന്താ? അതെന്താന്ന് വെച്ചാലേ പഴയ കുഞ്ഞിരാമക്കുറുപ്പ് വക്കീലിന്റെ കാലത്തുള്ള കോടതിയും കേസും ഒന്നും അല്ല ഇപ്പോ. എന്നാ പിന്നെ അതിങ്ങതാ, നീ പഠിക്കണ്ട. അത് വേണ്ട, ഇരുന്നോട്ടെ. വെറുതെ ഇരിക്കുമ്പോ ഒന്ന് റെഫർ ചെയ്യാലോ. അപ്പൊ നിനക്കത് വേണം. അല്ല, ഇന്ന് ഏതാ കേസ്? നീ അത് പറഞ്ഞില്ലല്ലോ. കേട്ടാ മുത്തശ്ശൻ ഞെട്ടും. അതുകൊണ്ടേ ഇപ്പൊ ഞെട്ടണ്ട, ഞാൻ വന്നിട്ട് പറയാം. അപ്പൊ ഞെട്ടിയാ മതി. ബൈ. ഭരത്ചന്ദ്രൻ, കോടതി മുമ്പാകെ സത്യമേ ബോധിപ്പിക്കൂ. യെസ്. മിസ്റ്റർ ഭരത്ചന്ദ്രൻ ഇപ്പോൾ പോലീസ് കമ്മീഷണർ കോഴിക്കോട് അല്ലേ? അല്ല. വൈ? എന്ത് വൈ എന്നാണ് ചോദ്യമെങ്കിൽ അതിന്റെ ഉത്തരം എനിക്കറിയില്ല. ഐ എം ഓൺ ഇൻഡെഫിനിറ്റ് ലീവ്, യുവർ ഓണർ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വീണ്ടും ഒരു സ്ഥാനചലനം. യെസ്. അതായത് ഇൻ 1993 നിങ്ങൾക്കിത് 7ാമത്തെ ട്രാൻസ്ഫർ അല്ലേ? എക്സാക്ട്ലി. സ്ഥിരമായി ശിക്ഷാ നടപടികൾക്ക് വിധേയനാകുന്ന ഒരു ഓഫീസറാണ് നിങ്ങൾ. ഒബ്ജക്ഷൻ ഓവർ റോൾഡ്. ഗവൺമെന്റിനും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും നിങ്ങളൊരു സ്ഥിരം തലവേദനയാണ് അല്ലേ? ഒബ്ജക്ഷൻ സസ്റ്റൈൻഡ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഹെറോയിൻ എന്ന ലഹരി മരുന്ന് കൈവശം വെച്ചു എന്ന കുറ്റം ആരോപിച്ച് മുൻപ് തിരുവനന്തപുരം റൂറൽ SP ആയിരിക്കുമ്പോൾ ഈ നിൽക്കുന്ന പ്രതികളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൺ 12th of January 1992 അല്ലേ? യെസ്. ഈ കേസിൽ പിടികൂടുന്നതിന് മുൻപും നിങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാവാം. എത്ര പ്രാവശ്യം? കൃത്യമായി ഓർമ്മയില്ല. പക്ഷെ ഇവർക്ക് കൃത്യമായി ഓർമ്മയുണ്ട് സർ. 8 പ്രാവശ്യം ഓൺ എ വെറൈറ്റി ഓഫ് ചാർജസ്. പക്ഷേ ഇവർക്കെതിരെ ഒരു കേസെങ്കിലും തെളിയിക്കാൻ നിങ്ങളുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. തെളിയിക്കപ്പെട്ട് ഒരൊറ്റ ക്രിമിനൽ കേസിന്റെ പോലും പിൻബലമില്ലാതെ നിങ്ങൾ ഈ നിൽക്കുന്ന പാവം 4 ചെറുപ്പക്കാരെ സമൂഹത്തിന് മുൻപിൽ ക്രിമിനൽസ് എന്ന് മുദ്ര കുത്താൻ ശ്രമിച്ചു. അതല്ലേ സത്യം? നോ. മിസ്റ്റർ ഭരത്, ആ കൈയൊന്ന് നീട്ടു. ഈ ബലിഷ്ഠമായ കൈകൊണ്ട് നിങ്ങൾ കയ്യിൽ കിട്ടുന്ന പ്രതികളെയെല്ലാം ഇടിച്ച് ചതച്ച് ചമ്മന്തിയാക്കാറുണ്ടല്ലേ? That's none of your business. Mind your language. I am sorry, Your Honor. നിങ്ങൾ പ്രതികളെ തല്ലാറില്ലേ? Objection, Your Honor. Make your point. ഇതാ സർ, ഈ നിൽക്കുന്ന പോലീസ് ഓഫീസർ ഇതേ പ്രതികളിൽ ഒരാളായ ആൽബർട്ടിനെ ഇതിനു മുൻപ് മറ്റൊരു കേസിൽ കസ്റ്റഡിയിൽ എടുക്കുകയും ചവിട്ടി കൈയൊടിക്കുകയും ചെയ്തതിന്റെ പേരിൽ അന്നുണ്ടായ കോലാഹലങ്ങളുടെ പത്ര റിപ്പോർട്ടുകളും പിന്നെ മെഡിക്കൽ രേഖകളും.
മറ്റേതോ തരത്തിൽ സംഘടിപ്പിച്ച ഹെറോയിൻ നിങ്ങൾ രഹസ്യമായി എന്റെ കക്ഷികളുടെ വാഹനത്തിൽ ഒളിപ്പിച്ചു വെക്കുകയും അവരെ മനഃപൂർവ്വം കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയും ചെയ്തു എന്നതല്ലേ സത്യം? No. ഈ നിൽക്കുന്ന പ്രതികളെ നിങ്ങൾ ഈ കേസിൽ പിടികൂടുന്നതിന് മുൻപ് തന്നെ ഇവർ നിങ്ങൾക്കെതിരായി എന്തെങ്കിലും കേസ് ഫയൽ ചെയ്തിട്ടുള്ളതായി നിങ്ങൾക്കറിവുണ്ടോ? ഇല്ല. Are you sure? Yes. രാമദാസ് SP വിജിലൻസ്. കോടതി മുമ്പാകെ സത്യത്തെ ബോധിപ്പിക്കൂ. In 1992 ജനുവരി 9-ന്, അതായത് ഈ കേസിന് ആധാരമായ ജനുവരി 12-ലെ സംഭവം നടക്കുന്നതിന് 3 ദിവസം മുൻപ് ഈ നിൽക്കുന്ന ആൽബർട്ടും പീറ്ററും പിന്നെ മറ്റു 3 പ്രതികളും നിങ്ങളെ നേരിൽ കണ്ട് ശ്രീ ഭരത് ചന്ദ്രനെതിരെ എഴുതി തയ്യാറാക്കിയ ഒരു പരാതി ബോധിപ്പിച്ചിരുന്നോ? Sir, this is absurd. Totally fabricated. And this bugger is a... Order. Shit. Don't swear. I warn you, you can be tried for contempt. നിശിതമായ മുൻവൈരാഗ്യം ഉള്ളിൽ വെച്ച് നിങ്ങൾ എന്റെ കക്ഷികളുടെ പേരിൽ ഈ കേസ് കെട്ടിച്ചമച്ചെടുത്തതാണ് അല്ലേ മിസ്റ്റർ ഭരത്? അതല്ലേ സത്യം? No. കരുത്തനായ ഒരു പോലീസ് ഓഫീസർക്ക് ഇത്ര ദുർബലമായ ശബ്ദം ചേരില്ല. Come on, say yes or no. I said no. Order. That sounds more like rebuke. ഈ നിന്ന എന്നോടോ അതോ കോടതിയോടോ? Your Honor, കോടതിയോട് പോലും മര്യാദയും ക്ഷമയും പാലിക്കാൻ താൻ തയ്യാറല്ല എന്ന് സ്വയം തെളിയിച്ചു കഴിഞ്ഞ ഒരു ഓഫീസറാണ് അങ്ങയ്ക്ക് മുന്നിൽ ഇതായി നിൽക്കുന്നത്. കേട്ടില്ലേ സർ ഇദ്ദേഹം അലറി വിളിച്ചത്? കണ്ടില്ലേ കണ്ണ് ചുവന്നു വീർത്തത്? Sir, my point is that this case has been concocted by a cruel, brutal and perverted police officer to harass these innocent youngsters. They have unfortunately fallen victims to his wrath. And hence I plead, Your Honor, that these accused may kindly be acquitted of all the baseless charges leveled against them. That's all, Your Honor. Court adjourned. മാഡം, രക്ഷപ്പെടുമല്ലേ? Chance ഉണ്ട്, that's all. ഗംഭീരമായി ക്രോസ്. ഇതൊന്നും വക്കീലിന്റെ മിടുക്കല്ല മിസ്റ്റർ പിള്ള. കെട്ടിച്ചമച്ച കുറെ രേഖകളും എഴുതിയ കടലാസിന്റെ പോലും വിലയില്ലാത്ത ഒരു വിജിലൻസ് റിപ്പോർട്ടും പിന്നെ നട്ടാ കിളിർക്കാത്ത നുണയെന്ന് വിളിച്ച നിങ്ങളുടെ വിജിലൻസ് ഓഫീസറും എത്ര കൊടുത്തു അയാൾക്ക്? അതിപ്പോ വേണ്ട. എനിവേ, ഇനി എന്നെ കിട്ടില്ല ഇങ്ങനെയുള്ള കേസുകൾക്ക്. ഇത് തന്നെ ഫേമിലെ സീനിയർ അഡ്വക്കേറ്റ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പിയർ ചെയ്തേ ഉള്ളൂ. ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം. താങ്ക് യു. ഹായ്. ഹായ്. എന്തു കലക്കിന്ന് കേട്ടല്ലോ. ഇറ്റ്സ് ഓൾ ഹിസ് ഗ്രേസ്. വരട്ടെ. ഭരതല്ല, ക്രൂവൽ പെർവേർട്ടഡ് ബ്രൂട്ടൽ പോലീസ് ഓഫീസർ. കയ്യിൽപ്പെടുന്ന നിരപരാധികളായ ഇരകളെ പീഡിപ്പിക്കാൻ കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കുന്ന ക്രൂരനും ഭ്രാന്തനും നിഷ്ഠുരനും നിഷേധിയുമായ പോലീസ് ഓഫീസർ അല്ലടി? പ്ലീസ് ഒന്ന്. നോ, പാടില്ല. നിയമത്തിന്റെ മുമ്പിൽ എന്ത് കള്ളക്കഥയും കെട്ടി എഴുന്നള്ളിക്കാൻ ലെവലേശ ഉളുപ്പില്ലാത്ത ഷ്രൂഡ് കണ്ണിങ് യങ് ലേഡി അഡ്വക്കേറ്റിന്റെ മൊഴിയിൽ ഒരു പ്ലീസ് ചേരില്ലടി. എന്താ ഇത്? നൺ ഓഫ് യുവർ ബിസിനസ്. പോലീസിൽ ഇപ്പൊ മസിൽ പവറിനേക്കാൾ മാന്യതയ്ക്കാണ് സ്ഥാനം അല്ലേടി? ഈ കൈ ശരിക്ക് കണ്ടോ നീ? പ്രതികളുടെ മാത്രമല്ല, വേണമെങ്കിൽ നിന്റെ മോന്തായ കാണിക്കുന്നേ. ഐ സെഡ് ഡോണ്ട് പോക്ക് യുവർ ബ്ലഡി നോസ്. കൈ എടുക്കണം. എടുക്കടാ കൈ. മിസ്റ്റർ ജോസ്, he is my cousin. അയ്യേ, ഞങ്ങൾ വിചാരിച്ചു ഇനി വല്ല. പ്ലീസ് പ്രൊസീഡ്. പാടോ. അയ്യേ, കൺഗ്രാറ്റ്സ്. എന്നെ നീ ശരിക്കും വെള്ളം കുടിപ്പിച്ചു. പകരം ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് ബോർണായില്ലെങ്കിലേ നാണക്കേടല്ലേടി? ഞാൻ തന്നെ ശരിക്കും ഇൻസൾട്ട് ചെയ്തല്ലേ? I should not have. You were just perfect and
സൂപ്പർ. ഒബ്ജക്ഷൻ. for the security check. Thank you. Your attention. IC532 to Calcutta is ready for departure. Passengers are requested to get in for the security check. Thank you. നാണമില്ലല്ലോ ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് എന്നെ സല്യൂട്ട് ചെയ്യാൻ. മന്ത്രി വരുന്നുണ്ട്, അങ്ങോട്ടേ. ഹലോ മോഹൻ. എല്ലാരും ഉണ്ടല്ലോ. കേന്ദ്രമന്ത്രി സിന്ദാബാദ്. കെഎം വർഗീസ് സിന്ദാബാദ്. കേന്ദ്രമന്ത്രി സിന്ദാബാദ്. കെഎം വർഗീസ് സിന്ദാബാദ്. കേന്ദ്രമന്ത്രി സിന്ദാബാദ്. ആളെ ഒതുക്കണോ? ഗംഭീരായല്ലോ സർ സ്വീകരണം. സത്യത്തില് എനിക്കല്ല, ശ്രീ മോഹൻ തോമസിന് വേണം ഈ സ്വീകരണമൊക്കെ കൊടുക്കാൻ. ഇദ്ദേഹമാണ് വിദേശ മലയാളികളുടെ ഗ്രൂപ്പ്സുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാക്കി തന്നത്. സാർ, ട്രിപ്പ് എങ്ങനെ? വിജയമോ അതോ? 101% വിജയം. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് 500 കോടി രൂപ സംഭരിച്ചു തരാമെന്ന് ഏറ്റിരിക്കല്ലേ വിദേശ മലയാളികൾ. ആ പത്രക്കാർക്ക് കോവളത്ത് മന്ത്രിയുടെ വക ഡിന്നറുണ്ട്. അവിടെ പോരെ പത്രസമ്മേളനമൊക്കെ. അല്ല, വിമാനത്താവളത്തിന് ഫണ്ട് പിരിക്കാനെന്ന പേരും പറഞ്ഞ് ഈ മോഹൻ തോമസിനെ കൂട്ടി നിങ്ങൾ വിദേശത്ത് പോയത് ഇവിടുന്ന് പിരിച്ചത് മുഴുവൻ കൊണ്ട് സ്വിസ് ബാങ്കിൽ ഇടാനാണെന്ന് ഒരു ആരോപണം കേട്ടല്ലോ. അല്ല മോഹൻ തോമസ്, മറുപടി നിങ്ങൾ പറഞ്ഞാലും മതി. എത്ര കോടി ഇട്ടു സ്വിസ് ബാങ്കില്? സ്വിസ് ബാങ്കിൽ അമ്മയുടെ ഫോൺ നന്നായി പോയി, ഒന്ന് കൊടുക്കാൻ കൂടെ വേണമായിരുന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? ഏയ് വേണ്ട. അന്ന് ഡൽഹിയിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങി എഴുതിത്താർത്ത പത്രക്കാരൊക്കെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഒന്ന് ഒതുങ്ങി നിൽക്കടോ, കേറുമ്പോ മുട്ടുമല്ലോ. ആ കോവളത്ത് പോയി പത്രക്കാർക്ക് ശാപ്പാടും കൊടുത്ത് നാട്ടുകാർക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് വിളമ്പിയേക്കാമെന്ന് വലിയ വായിലൊരു വാഗ്ദാനം നടത്തിയിട്ട് നാളെ ഡൽഹിക്ക് പറഞ്ഞേക്കരുത്. എന്നെ ഒന്ന് കാണണം, കണ്ടിട്ടേ പോവാവൂ. കാര്യങ്ങളുണ്ട്. അച്ചമ്മ കേട്ടല്ലോ. ആം. എന്നാത്തിനാ മനുഷ്യ ദേ ഇങ്ങനെ മോന്തായും കുത്തി വീർപ്പിച്ചിരിക്കുന്നത്? ചില സമയത്ത് അയാടെ ഓരോ കേട്ടില്ലേ, വീട്ടിൽ അടുക്കളപ്പുറത്ത് എച്ചിൽ നിന്ന് കിടക്കുന്ന പട്ടിയെ വിളിക്കുന്ന പോലെ അയാൾ വിളിച്ചത്. പോകുന്നതിന് മുൻപ് ഞാൻ അയാടെ അങ്ങോട്ട് എന്ന് കണ്ടേക്കണമെന്ന്. ദേ വർക്കിച്ച, ഒരുമാതിരി മേലും കീഴില്ലാത്ത വർത്താനം പറയരുത് കേട്ടോ. അയ്യടാ, പട്ടിയെ വിളിക്കുന്ന പോലെ വിളിച്ചെങ്കിലേ വാലും ആട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പുറകെ അങ്ങ് ചെന്നേക്കണം. അല്ല പിന്നെ. ആ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കടുപ്പമാ. ഇന്നലെ ഡൽഹിയിലെ ഡിന്നറിന്റെ ഇടയ്ക്ക് പത്രക്കാരുടെ മുന്നിൽ വെച്ച് കളിയാക്കിയത് കേട്ടില്ലേ? കേന്ദ്ര വാഗ്ദാന വകുപ്പ് സഹമന്ത്രിന്ന് വെറുതെ ആളെ കൊച്ചാക്കാനായിട്ട്. മിണ്ടാതടാ, കൊച്ചാക്കിയെങ്കിലേ നിനക്ക് എന്നതാടാ ഇത്ര ദണ്ണം? ആകപ്പാടെ ദേ ഇത്ര ഉണ്ടായിരുന്ന ഈ വർക്കിച്ചനെ കയ്യിൽ നിന്ന് കാശ് മുടക്കി നിന്ന നിലയിൽ അങ്ങ് വളർത്തിയതും അദ്ദേഹം തന്നെ. എന്നാലും ചിലപ്പോ എനിക്ക് എന്റെ എന്തോ ചൊറിഞ്ഞു വരും. ചൊറിഞ്ഞു വരുന്നെങ്കിലേ കടിച്ചു പിടിച്ചങ്ങ് സഹിച്ചേക്കണം. അല്ല പിന്നെ. അടുത്ത ബൈ ഇലക്ഷന് ഡൽഹിന്ന് എനിക്കും കൂടെ ഒരു സീറ്റ് ഒപ്പിച്ചു തരാമെന്ന് ഏറ്റിരിക്കുക മോഹൻജി. അന്നേരം വല്ലച്ചാതി അയാളുടെ കൈയും കാലും എല്ലാം കൂടെ പിടിച്ച് അവനവന്റെ കാര്യം സാധിച്ചെടുക്കുന്നതിന് പകരം ഇവിടെ ഒരാൾക്ക് ഒടുക്കത്തെ ചോർച്ചില്. മനുഷ്യനായാലേ ഇങ്ങോട്ട് ചെയ്യുന്ന ഗുണത്തിന്റെ ഉപകാരത്തിന്റെ ഒക്കെ ഒരു സ്മരണ വേണം. സ്മരണ. ഒന്ന് വായടക്കിന്റെ പൊന്നച്ചമ്മേ. വന്നോടാ. ഓ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇടിലം. ആ എവിടെ ആയിരുന്നടാ നീ? 2 ദിവസം കൊലശേഖരത്ത് ഹണ്ടിങ്. ഫുൾ ടീം ഉണ്ടായിരുന്നു. അപ്പൊ കോളേജോ? ഓ അതങ്ങനെ കിടക്കും. നമ്മൾ 2 ദിവസം ചെന്നില്ലാന്ന് വെച്ച് കോളേജ് ആരും എടുത്തോണ്ട് പോകാനൊന്നും പോകുന്നില്ല.
പക്ഷെ തോട്ടത്തിൽ പന്നി ഇറങ്ങി അറിഞ്ഞാ നമ്മൾ ഉടനെ ചെല്ലണം, അല്ലെങ്കിൽ പന്നിയെ കണ്ടവർ കൊണ്ടു അല്ലേ മോളെ ചേച്ചി? ആരാടി വിളിച്ചത്? ഗസ്റ്റ് ഹൗസിൽ നിന്ന് അച്ചാമ്മ. മോഹൻ ബാത്റൂമിലാണെന്ന് പറഞ്ഞു. അടുത്ത ഇലക്ഷന് മോഹൻ അവൾക്കൊരു സീറ്റ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അതിന്റെ ത്രില്ല അവൾക്ക്. അതിന് മോള് ചേച്ചി എന്തിനാ പിണങ്ങുന്നത്? ദേ ഇതുപോലെ കിരികിരാന്ന് മുറിഞ്ഞ അപ്പവും സ്റ്റൂവും ഫിഷ് മോളിയൊക്കെ ആയിട്ട് ഡൽഹി ചെന്ന് വലിയ വലിയ പുള്ളിയൊക്കെ അങ്ങ് വിളമ്പിയാച്ചാ മതി. 1 അല്ല 10 സീറ്റ് കിട്ടും, ഇല്ലേ ചാ? പന്നത്തരം പറയാതെ. പിന്നെ ഇച്ചാൻ അറിഞ്ഞോ കോഴിക്കോട് വെച്ച സാഹിബിന്റെ കമ്പനി ഗസ്റ്റ് ഹൗസിലോട്ട് വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് അയാളോട്. 5.5 കോടിന്റെ സ്വർണം പോയി എന്നുള്ളത് നേരെയാണ് എന്റെ മോഹൻജി. പക്ഷേങ്കില് പിടിപ്പൽ സ്വാധീനവും വെച്ച് ഓന്റെ അന്വേഷണം നമ്മൾ മുടക്കില്ലെന്ന് അതിന്റെ പേര് നമ്മളൊന്ന് ബലവെക്കുന്നു. ചെറുതായാലും ശരി വലുതായാലും ശരി, ഒരു ഓപ്പറേഷൻ പാളി പോയാല് അത് മതി പുറത്തുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വില പോവാൻ. അവരോട് ഉത്തരം പറയേണ്ടത് താനല്ല, ഞങ്ങളാ. നിങ്ങളിപ്പോ അങ്ങനെ വലിയ മുയിപ്പ് പറഞ്ഞ് നമ്മളെ കൊച്ചാക്കാനാണെങ്കിൽ നമ്മളില്ല. കാര്യം പറയുന്നതിന് ഇടയ്ക്ക് ഒരുമാതിരി ചീപ്പ് ഇടപാട് കാണിച്ചോണ്ടല്ലോ. തന്നെ കുഞ്ഞോദ്യൻ സാഹിബേ, അത്താഴം കഴിഞ്ഞൊന്ന് മുറുക്കി കാഞ്ഞങ്ങാട്ട തറവാട്ടുമുറ്റത്ത് ചുമ്മാ 2 ചാല് നടക്കാനിറങ്ങിയ ജനാബ് സാദരിക്കോയെ പിന്നെ 3-ാം പക്കം മംഗലാപുരം റോഡ് സൈഡിലെ കനാലിൽ നിന്നും പോലീസ് കണ്ടെടുക്കുമ്പോ അയാളുടെ അഴുകിപ്പൊടിഞ്ഞ് നെഞ്ചും കൂടിനകത്ത് എത്ര ബുള്ളറ്റ് ഉണ്ടായിരുന്നു അറിയാമോ എനിക്ക്? അയ്യോ അത് ഞമ്മക്കറിയാം. 17 അല്ല, 1 കുറവാ, 16. അന്ന് അയാളുടെ കയ്യിൽ നിന്ന് 16 കോടിയുടെ മുതലേ പിടിച്ചുള്ള കസ്റ്റംസുകാര്. ഇതിപ്പോ സാഹിബിന്റെ കയ്യിൽ നിന്ന് 5.5 കോടി. അതായത് 6 തികച്ചു വേണ്ട, 5.5 ബുള്ളറ്റ്. നാവീന്ന് അറിയാണ്ട് വീണുപോയതാ മോൻജി, മാപ്പാക്കണം. തനിക്കൊരു വിചാരമുണ്ട് മലബാർ ബെൽറ്റിൽ എനിക്ക് വേണ്ടി കാര്യങ്ങൾ നടത്താൻ താൻ ഒരുത്തനേ ഉള്ളൂ എന്ന്. പണ്ട് ചില ചില്ലറ സഹായങ്ങളൊക്കെ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് തന്റെ ആ തോന്നൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെന്ന് ഞാനും കരുതിയതാ. പക്ഷേ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ കഴിയുന്നത് പോലെ തന്നെ മറക്കാനും വളരെ എളുപ്പമാണ് ഈ മോഹന്. വളരെ വളരെ എളുപ്പം. അതറിയാലോ സാഹിബിന്. ഓ എന്നാ ഇതെന്താണ് എന്റെ നമ്പരാന്? സാമ്പിൾസ്. എടോ സാഹിബേ, ഞാനിത്തവണ കൊട്ടിഘോഷിച്ച് ഫോറിൻ ട്രിപ്പിന് പോയത് എന്തിനാന്ന് അറിയുമോ തനിക്ക്? അത് നിങ്ങൾ നമ്മുടെ വിമാനത്താവളത്തിന്റെ അതൊക്കെ പത്രങ്ങൾ എഴുതിയ കഥ. അങ്ങനെ ഒരുത്തന്റെയും 16 അടിയന്തരത്തിന് ഫണ്ട് പിരിക്കാനല്ല മോഹൻ പോയത്. ഹോങ്കോങ്ങിൽ പ്രിന്റ് ചെയ്തെടുത്ത മനോഹരമായ സ്റ്റഫ്. കള്ളൻ. ഓ സാഹിബേ, കോടിക്കണക്കിന് കറൻസിയാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് കുത്തിയൊഴുക്കാൻ പോകുന്നത്. എയർപോർട്ടും അണക്കെട്ടും ദുരിതാശ്വാസവും വികസനവും ബാങ്കുകളും ട്രഷറികളും ഒക്കെ നമ്മൾ ആക്രമിക്കാൻ പോകുന്നു, ഇടിച്ചടക്കാൻ പോകുന്നു. ഇവനെ വെച്ച് ഉഷാറായിട്ടുണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ട് കാണിച്ചു കൊടുക്കണം നമ്മുടെ സർക്കാരിന്. ഓരോ നാണക്കേട് തോന്നിയിട്ട് ഓരോ അച്ചുകൂടങ്ങളൊക്കെ അങ്ങോട്ട് അടച്ചു പൂട്ടും. എന്നിട്ട് ഇങ്ങക്ക് കരാറ് തരും ഈ രാജ്യത്തിന് ആവശ്യമുള്ള മുഴുവൻ നോട്ടും അടിച്ചു കൊടുക്കാൻ. ഇനിയിപ്പോ അതാ സംഭവിക്കാൻ പോകുന്നത്. അടുത്ത ആഴ്ച ഒരു കണ്ടെയ്നർ നിറയെ സാധനം വരുന്നുണ്ട്. ബൈ എയർ, ബോംബെ വഴി അല്ലെങ്കിൽ ഗോവ വഴി. മലബാർ ബെൽറ്റ് ഞാൻ ഒരു തവണ കൂടെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ലാസ്റ്റ് ചാൻസ്. ഒടുക്കത്തെ ചാൻസ് ഒന്ന്. ഓ യെസ്, കൊടുക്കാം. IG ഇന്റലിജൻസ്. ഹലോ ജി. ഹലോ മോൻജി, കബ് ആയാ തൂ? അറിഞ്ഞു മേനോനിങ് എത്തി. അതിപ്പോ വർഗീസ് മന്ത്രി മാത്രമേ വരുന്നുള്ളൂ എന്ന് വിചാരിച്ചല്ലേ ഞാൻ എയർപോർട്ടിൽ എത്താഞ്ഞത്. ഇതിപ്പോ മോഹൻജി ഡൽഹിയിൽ എങ്ങും തെങ്ങാതെ കൂടിങ്ങി പോരുമെന്ന് ആരറിഞ്ഞു? അതെ, ഇന്ത്യൻ സോപ്പ് അറിയാത്ത വരവായി പോയി. ആസ് യൂഷ്വൽ അല്ലേ? വേണ്ട, ഫോണിലൂടെ അധികം സംസാരിക്കണ്ട. ശരിയാ, പറയുന്നില്ല. ഓഫീസ് ഫോണിനെ പോലും എനിക്ക് പേടിയാ മോഹൻജി. അതെ, പൂവന്തുറ കമ്മീഷൻ, അത് തന്നെ പ്രശ്നം. ഇന്ന് ക്രൂഷ്യൽ ഡേ ആണ്. എന്നെയും മേനോനെയും ഇന്ന് വിസ്തരിക്കുന്നു. ഇതെല്ലാം കൂടെ ഏതാണ്ട് ഒരു ദുരിതത്തിനാണേ ഈ കമ്മീഷൻ. ഇല്ല, പറയുന്നില്ല. 11 മണിക്കാണ് സിറ്റിംഗ്. ക്രോസ് വിസ്താരത്തിന് മുമ്പ് കമ്മീഷന് താങ്കളോട് ചിലതൊക്കെ നേരിട്ട് ചോദിക്കാനുണ്ട്.
1993 ഫെബ്രുവരി 11 ജില്ലയിലെ പൂവന്തുറയിൽ 56 പേരുടെ മരണത്തിനും ഒട്ടേറെ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയ വർഗീയ കലാപം നടക്കുമ്പോൾ നിങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസ് വകുപ്പ് മേധാവിയായിരുന്നില്ലേ? സർ, ഇപ്പോഴും അതെ. കമ്മീഷൻ മുമ്പാകെ വിസ്താരത്തിന് ഹാജരാകാൻ 3 തവണ സമൻ ചെയ്തിട്ടും അതനുസരിക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിച്ചില്ല. സർ, സുഖമില്ലാതെ അവധിയിലായിരുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. ഒരേ സമയം 4 പാസ്പോർട്ടുകൾ കൈവശം വെച്ചതിന് നിങ്ങളുടെ പേരിൽ ഒരു CBI കേസ് നിലവിലുണ്ട് അല്ലേ? സർ, അത് 4 വ്യാജ പാസ്പോർട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് 3 മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല അല്ലേ? വേണ്ട സാർ, സമക്ഷത്തൊന്നും ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ. കലാപം സംബന്ധിച്ച് ഇന്റലിജൻസിന് കിട്ടിയ മുന്നറിയിപ്പുകളുടെ മുഴുവൻ ഒറിജിനൽ രേഖകളും സീല് വെച്ച കവറിൽ കമ്മീഷന് കൈമാറണമെന്ന് ഈ ഓഫീസ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നില്ലേ? സർ, അത് ഇതുവരെ അനുസരിക്കാതിരുന്നത് കമ്മീഷനെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? സർ, ഉത്തരവാദിത്വമുള്ള ഒരുപാട് ചുമതലകൾ വഹിക്കുന്ന ഒരു ഓഫീസറാണ് ഞാൻ. രേഖകൾ ഹാജരാക്കാൻ എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണ്ടി വരും. ഇപ്പോ പറഞ്ഞതിൽ ഈ നിഷേധമുണ്ടല്ലോ, ഇതിന്റെ പേരിൽ നിങ്ങളെ ജാമ്യമില്ല വാറണ്ടിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കാനും നിങ്ങളുടെ ഓഫീസ് റെയ്ഡ് ചെയ്ത് രേഖകൾ പിടിച്ചെടുക്കാനും ഈ കമ്മീഷന് നിയമപരമായ അധികാരമുണ്ട്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലുമില്ലേ ഈ സംസ്ഥാന ഇന്റലിജൻസ് വകുപ്പ് മേധാവിക്ക്? PSC ചോദ്യപേപ്പറുകൾ ചോർത്തിയതിന്, അനധികൃതമായി നിരവധി ഭൂമി ഇടപാടുകൾ നടത്തിയതിന്, പിന്നെ ഈ അടുത്തയിടെ ഒരു മേലധികാരിയെ കുറിച്ചുള്ള വിജിലൻസ് റിപ്പോർട്ട് ചോർത്തിയതിന്, സാദിരിക്കോയ വധക്കേസിൽ കൈക്കൂലി കൈപ്പറ്റിയതിന്, ഇതിന്റെയൊക്കെ പേര് നിങ്ങൾക്കെതിരെ കേസുകൾ നിലവിലില്ലേ? സർ, കമ്മീഷന്റെ അന്വേഷണ പരിധിപ്പെടാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ കമ്മീഷന്റെ അന്വേഷണ പരിധി എന്താണെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കണമെന്നില്ല. മിസ്റ്റർ രാജൻ ഫെലിക്സ്, കമ്മീഷന് രേഖാമൂലം എഴുതി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതും നേരിട്ട് കമ്മീഷന് ബോധ്യപ്പെട്ടിട്ടുള്ളതുമായ പലതിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടായി എന്നിരിക്കും. കാരണം അഴിമതിയുടെ കറപുരണ്ട കൈകളുള്ള കള്ളനും കൊള്ളിവയ്പ്പുകാരനും കൊലപാതകിക്കും വരെ കൂട്ടുനിൽക്കുന്ന ഒരൊറ്റ പോലീസ് ഓഫീസർ പോലും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല എന്ന് ഈ കമ്മീഷന് നിർബന്ധമുണ്ട്.